ഇന്ന് മുഴുവൻ കിളിപിടുത്തം കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ കൂടെ വീടിൻ്റെ അതിലെല്ലാം ഇഷ്ടം പോലെ കിളികൾ വരുന്നുണ്ട്. എല്ലാം മഴയായതുകൊണ്ട് കഴിക്കാനും ഒന്നും ഇല്ലാതെ എല്ലാം വന്ന് ചുമ്മാ നോക്കിയിരിക്കുക. ഒരു പച്ചലക്കുടക്ക് ഇരിപ്പുണ്ട്. അവന് പേരക്ക തിന്നാൻ വന്നാൽ, പക്ഷെ പേരക്ക ഇല്ല. അതുകൊണ്ട് അടുത്ത തീറ്റ അന്വേഷിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറേ ഐറ്റം വന്നിട്ടുണ്ട്. ഈ കളറുള്ളതൊക്കെ ഇന്ന് ആദ്യം കാണും കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറേ വരുന്നുണ്ട്. മഴ ആയതുകൊണ്ട് ഇഷ്ടം പോലെ കിളികളായി ഇന്ന് വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അതിനിടയിൽ പച്ചലക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അണ്ണാനുണ്ടായിരുന്നു. അണ്ണാൻ കുറേ എണ്ണം ഉണ്ടായിരുന്നു. എല്ലാം പോയി. ഒരുത്തൻ നമ്മളെ വണ്ടിയെ വന്നിരുന്ന് മോഹം നോക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇത്രയും വെറൈറ്റി കുരുവികളോ പക്ഷികളോ ഒക്കെ വരുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ. ഇന്ന് ഇവന്മാരേ മഴയൊക്കെ ആയതുകൊണ്ടേ ഈ നമ്മള് ഫുഡ് കൊടുക്കുന്നതുകൊണ്ടേ ഇവന്മാര് ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന. ഇന്ന് വേറെ ഇവന്മാരുടെ ഇപ്പൊ ഈ ചക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തീർന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അവന്മാര് ഫുഡ് കഴിക്കാനായിട്ട് അധികം ഒന്നും ഇല്ല. അങ്ങനെ വരുന്നതാ. നമ്മൾ ഇട്ട് കൊടുത്ത തീറ്റ എല്ലാം തീർന്നേ. ഇനിയും പുതിയത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ എല്ലാ അടുക്കള ഭാഗത്തൊക്കെ വരും. കണ്ടോ? നല്ല രസമുണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ. ഡാൻസ് കളിക്കുവാന്ന് തോന്നുന്നു അല്ലേ? ചുഴലിക്കാറ്റൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ടും മഴയാണ്. മഴ അതിശക്തമൊന്നുമല്ല, എന്നാലും ആ ചുഴലിക്കാറ്റിൻ്റെയും ന്യൂനമർദ്ദത്തിൻ്റെയൊക്കെ മഴ നല്ലപോലെ ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. ഈ മരംകൊത്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ, വുഡ് പെക്കർ. അപ്പോൾ പണ്ടൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധനത്തിന് അധികം കാണാനില്ല. 6 എണ്ണം ഇപ്പം വന്ന് കയറിയിട്ടുണ്ട്. നമ്മളിതിലെ കിളിപിടുത്തമൊക്കെ ആയിട്ട് നടന്നപ്പോൾ മഴയും പിടിച്ച് അടുക്കളയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്യാസ് കുറ്റി തീർന്നു. ഉച്ചയ്ക്ക് മീൻ വറുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് പോയി ഗ്യാസ് എടുക്കാൻ പോയിട്ട് വരാം. ഇത് നമ്മൾ ആ ഏലം സ്റ്റോർ ഈയിടെ പോയില്ലേ, ഈ ഏലം ഉണങ്ങുകയല്ലേ, ഉണങ്ങാനായിട്ട് അതിൻ്റെ അടുപ്പിൽ വെക്കാനുള്ള വിറകാ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന. അതിനകത്ത് പുളിയുണ്ട്, കരിവേലകം എന്നും പറഞ്ഞിരുന്നുണ്ട്. നല്ല കട്ടിയുള്ള തടികളാണ്. കട്ടിയുള്ള തടികളെ ഉണങ്ങാനായിട്ട് എടുക്കത്തുള്ളൂ. എങ്ങനെയുണ്ട് മഴയും തണുപ്പൊക്കെ ആയിട്ട്? കൊള്ളത്തില്ലേ. ഞാൻ ഒരു വെയിലൊക്കെ ഉള്ള ഒരു അവധിയാണ് പ്രതീക്ഷിച്ചത്. നീ ഇങ്ങനെ ഈ വെയിൽ വരണേന്ന് ഓർക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വെയിൽ വരാത്ത കേട്ടോ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടു കൊടുക്കുവാണെങ്കിൽ അച്ചമ്മച്ചി മീൻ വറുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഇല്ല, അപ്പൊ അതുകൊണ്ട് കൊടുത്തിട്ടുള്ള മീനും ഒക്കെ വറുത്ത് കഴിച്ചേ തണുപ്പും പിടിച്ച് വീട്ടിൽ ചെയ്യാം. നമ്മളെ ആരെ കൊണ്ടുവരാൻ പോവാന്ന് പിടുത്തം കിട്ടിയോ? അമ്മയല്ലേ പോയുള്ളൂ. ഇന്നേ നല്ല കാലാവസ്ഥയല്ലേ, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇന്നിപ്പോ എല്ലാവരും ഒത്തിരി പേര് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. തിരുവനന്തപുരം എന്ന് വേണ്ട, കേരളത്തിലെ നിലവിലെ കാലാവസ്ഥ എന്നും പറഞ്ഞിട്ട് അതിഭയങ്കര തണുപ്പാന്നാ പറഞ്ഞത് എല്ലായിടത്തും. അപ്പൊ അവിടെ ഇത്രയും തണുപ്പാണെങ്കിൽ ഇവിടുത്തെ തണുപ്പിന്റെ കാര്യം പറയണോ? നിനക്ക് തണുക്കുന്നുണ്ടോ? എനിക്ക് തണുക്കുന്നുണ്ട്. ഉണ്ടോ? ഇത് നമ്മുടെ ബോർഡർ ടച്ച് ചെയ്ത് പോകുന്ന റോഡുകളാണ് ഇതൊക്കെ കേട്ടോ. അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി കൂടെ ഉള്ള കുറച്ച് റോഡുകളാണ് ഇതൊക്കെ. മുന്നോട്ട് ചെല്ലുമ്പോൾ നേരെ ബോർഡർ ലൈനിലോട്ടാണ് ചെല്ലുന്നത്. ഇവിടെ ഏതാണ്ട് വർക്കൊക്കെ നടക്കുന്നുണ്ടല്ലോ. കായെടുപ്പൊക്കെ കഴിഞ്ഞോ? ആണോ? തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? ഇനി എല്ലാ ദിവസവും ഇതാ കാലാവസ്ഥ കേട്ടോ. ഇങ്ങനെ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ മാറ്റാൾ പണിയൊക്കെ തീരാറായോ? നമ്മുടെ എടുത്തവരുടെ എല്ലാം തോട്ടം തീർന്നോ? അങ്ങനെ തീരല്ലേ? തീരാനൊരു ചാൻസും ഇല്ല. അതെല്ലേ? നമ്മുടെ എടുത്ത ആൾക്കാരുടെ തോട്ടം തീർന്നെങ്കിൽ പരിപാടി നിർത്തായിരുന്നു. ഈ തണുപ്പത്ത് ഇനി എങ്ങനെ പോയി എടുക്കും? തണുപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എല്ലായിടത്തും കാ പഴുത്ത് കിടക്കുമ്പോഴേ എടുത്ത് തീർക്കണ്ടേ എങ്ങനെയെങ്കിലും. പക്ഷെ ഇതൊരു
എന്നുവെച്ചാ ഈ കാലാവസ്ഥ കാലാവസ്ഥയായി പോയി. മിക്ക ദിവസവും ഇങ്ങനെ തന്നെയല്ലേ ഈ കാലാവസ്ഥ. അപ്പൊ പിന്നെ വെയിൽ വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ 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 അതെ. മഴയാണെങ്കിലും പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ തണുപ്പെന്ന് പറഞ്ഞ എന്ന തണുപ്പായിരുന്നു അല്ലേ? അല്ല, ഇത് കേരളം മുഴുവൻ ശൈത്യം. ഇന്ന് ചുഴലിക്കാറ്റും ന്യൂനമർദ്ദവും എല്ലാം കൂടാ. ആണോ? ആ, അപ്പം ഈ ന്യൂനമർദ്ദമല്ല ഇത് എവിടെ നിന്ന് വരുന്നത്? ഈ ആഴ്ച 4 ദിവസം വെച്ച് ഇതിങ്ങനെ ഇപ്പൊ 8 മാസം 9 മാസം കണ്ടായി മഴ ഇങ്ങനെ ന്യൂനമർദ്ദമായിട്ട് വരാൻ. ഒരു രക്ഷയില്ലല്ലോ പൊന്നോ. എന്നാണല്ലോ ആഴ്ച 4 ദിവസം കാറ്റും മഴയോ. ഇനി ഇങ്ങനെ ആലോചിക്കുക ഇനി എന്ത് ചെയ്യും മല്ലയ്യ, ഈ മഴയൊന്ന് മാറാനായിട്ട്. രക്ഷയില്ല. കൈയൊക്കെ മരച്ചു. ഒരു കാര്യം ചെയ്യും, ഞങ്ങളെ മാടത്തിനെ വീട്ടിലോട്ട് ഇറക്കിയിട്ടേ ഞങ്ങക്ക് ഇച്ചിരി വളം എടുക്കാൻ കമ്പത്തിന് പോകാനുണ്ട്, ഏലത്തിനുള്ള. അയ്യോ, ഞാനും വരായിരുന്നു. അയ്യോ വേണ്ട, വളക്കട അടച്ചു പോകും. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ഞങ്ങള് പോയിട്ടേ വളം എടുത്തോണ്ട് വരാം. നമുക്കൊരു ട്രിപ്പ് ആക്കായിരുന്നല്ലോ. ഓ, ഇനിയോ? ഏതും കൊണ്ട് പോവാൻ? ഈ വണ്ടിയും കൊണ്ടോ? ഈ വണ്ടിയും കൊണ്ട് പോയെടുക്കാനായിട്ടാ. അപ്പം അമ്മയാണെ ഇന്ന് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. നല്ല മീൻ, പീര, മത്തി, പീര, അയല കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി കിട്ടിയോ? ആ, എല്ലാം സെറ്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു ഗ്യാസ് തീർന്നു പോയി, എടുത്തോണ്ട് വരാൻ. അപ്പൊ അങ്ങനെ മറ്റേ കുറ്റി കാലിയാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ നേരത്തെ എടുത്തു വെക്കുന്നതല്ലേ. അത് കാലിയല്ലായിരുന്നു, 2 കുറ്റിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി വളം എടുത്തോണ്ട് വരാം കേട്ടോ. താഴെയാ ടയർ. നമുക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. എവിടെയോ വഴി ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ, കമ്പത്തിന് ഇറങ്ങി പോകുന്നത്. ഈ പെണ്ണുങ്ങളെയൊക്കെ സമ്മതിക്കണമല്ലേ. നമ്മളെ വീട്ടിലുള്ളതുങ്ങളാണേലും ഈ കായ എടുക്കാനായിട്ട് ഈ മഴയത്ത് പോയിട്ടേ ഈ തണുപ്പും പിടിച്ചിട്ട് ഇവരെങ്ങനെയല്ലേ. വണ്ടി ചെക്കിങ് അല്ല, അവിടെ എല്ലാം ബ്ലോക്ക് ആയിട്ട് കിടക്കുവാന്ന് തോന്നുന്നു. അല്ല, നടക്കില്ല ഇവിടെ. ഇപ്പൊ ഈ തിരക്ക് വരുന്നതെന്നു വെച്ചാലേ പണിക്കാരെല്ലാം ഇറങ്ങി പോകുന്ന സമയമല്ലേ. ഈ മഴയും പിടിച്ചിട്ട് എന്നാ ചെയ്യാനാ. ഇവിടെ ഒരു ടയർ കടയുണ്ട്, നമുക്ക് കാറ്റൊന്ന് ചെക്ക് ചെയ്യാം. വളം കയറ്റേണ്ടതല്ലേ. മഴയൊക്കെ ആയതുകൊണ്ടേ നല്ല തിരക്കാ ബോർഡറിൽ. നമുക്ക് ഇറങ്ങി പോയി നോക്കാം. 5 മണി കട കാണുമായിരിക്കും അല്ലേ. അതെ അതെ, പോയി നോക്കാം. ഇല്ലെങ്കിൽ തിരിച്ചു കയറി പോരാം. അതുകൊണ്ട് ഈ മഴയും നനഞ്ഞേ എന്തേലും പേരാന്ന് നോക്കി. ബസ്സിന് ഇതെല്ലാം പണിക്ക് പോയിട്ടേ ബസ്സിന് പോകാനായിട്ട്. അതെ അതെ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ടുള്ള പെടാപ്പാടിനിടയിൽ ഓടിക്കൊണ്ടിരിക്കുക. അതുപോലെ ബ്ലോക്കാന്ന് തോന്നുന്നു കേട്ടോ. താഴോട്ടെ ഫുൾ ബ്ലോക്കാന്ന് തോന്നുന്നു. ഈ ലോറിയൊക്കെ കയറി വരുന്നതുകൊണ്ടേ അവിടെ എല്ലാം ബ്ലോക്കാണേ വഴിയേ. എന്നുവെച്ചാൽ അവിടെ കുറേ സ്ഥലത്ത് മറ്റേ വഴി പോയി കിടക്കുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഫുൾ ബ്ലോക്കാണ്. ഇതുപോലെ ഈ സമയമാകുമ്പോൾ തിരക്കുമല്ലേ, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ആ തണ്ണിവളവിലേ വഴി മൊത്തം പോയി കിടക്കുക. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ബ്ലോക്കായി നിൽക്കുന്നത്. കണ്ടോ, അവിടെ ഫുള്ള് ബ്ലോക്കാണ്. ടൂറിസ്റ്റുകളും വരുന്നതുകൊണ്ടേ, ഈ ടൂറിസ്റ്റ് വണ്ടികളും കൂടെ വരുന്നതുകൊണ്ട് മഴയും കൂടെ ആയി വഴിയും പോയി കിടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്കാണ്. ഇങ്ങനെ അനസ്യൂതം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികൾ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ആ കട അടച്ചു പോകും കേട്ടോ. അടച്ചാൽ പോയിട്ട് തിരിച്ചു പോരാം അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ലോഡ് എടുത്തോണ്ട് വരാം. ഇതല്ല കേട്ടോ വഴി ബ്ലോക്കായത്. ഇവിടെ ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടപ്പുണ്ട്. ഇതെന്ന് സാധനം മാറ്റി കയറ്റി പോകണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അതെ അതെ, ഇത് ബ്രേക്ക് ഡൗൺ ആയ വണ്ടിയാണ്. അതേന്ന് വേറൊരു വണ്ടിയിലോട്ട് സാധനം മാറ്റുന്നുണ്ട്. അതുകൊണ്ടും കൂടെ കൂടിയാണ് ഇത്രയും ബ്ലോക്ക് ആയത്. അല്ലേലും വഴി പോയി കിടക്കുന്നതുകൊണ്ട് പതുക്കെ വണ്ടി ഓടിപ്പോകുന്നു. അതുകൊണ്ട് ഇതിപ്പോൾ ഇനി ഇവിടെ പിന്നെയും ബ്ലോക്ക് ആവും. ഈ വണ്ടി ഇപ്പം അതിൻ്റെ മേളിൽ നിൽക്കും. ഇപ്പം ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. വലിയ വണ്ടി 2-3 എണ്ണം വരുന്നുണ്ട്. ഇത് തമിഴ്നാടിൻ്റെ സർക്കാരിൻ്റെ വണ്ടിയാണ് കേട്ടോ, നെടുങ്കണ്ടം. ഇപ്പം നമ്മൾ കേരളത്തിൽ മഴയാണെന്നും പറഞ്ഞ് കുഞ്ഞി തമിഴ്നാടിന് വരായിരുന്നാ കേട്ടോ. ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ തമിഴ്നാട്ടിൽ മഴയാണ്. ഇതിപ്പോൾ ആ ചുഴലിക്കാറ്റിൻ്റെ ശ്രീലങ്കയും 2-3 സ്ഥലത്തെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ ചുഴലിക്കാറ്റിൻ്റെതായ വിഷയങ്ങളുണ്ട്. അതെ അതെ അതെ. ഇത് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പിന്നെ രാമേശ്വരം വഴിയല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഈ ഒരു തമിഴ്നാടിൻ്റെ 3-4 ജില്ലകളിൽ കൂടെ റെഡ് അലേർട്ടാണ്. അതിൻ്റെ ഒരു മഴയാണ് ഇപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ, ഇത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 9 മാസമായിട്ട് എല്ലാ മാസവും 2-3 ന്യൂനമർദ്ദങ്ങളാണ്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് താനും.
ഏലമൊക്കെ ആണെങ്കിലും നമ്മുടെ ചെടിക്കൊന്നും ഇപ്പോൾ പൂവാകുന്നില്ല. ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അറസ്റ്റായിട്ട് നിൽക്കുക. ഇനി അതൊന്ന് മാറി ഒരു വെയിലായാലേ പൂവൊക്കെ വിരിയാൻ തുടങ്ങത്തുള്ളൂ. എന്നാ ചെയ്യാൻ ഇങ്ങനെ ഒരു കാലാവസ്ഥ വന്നതല്ലേ. നമുക്കിതറിയാം. അതെ ചിലര് പറയാം ചേട്ടാ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അതെ. അപ്പോൾ നമ്മൾ കമ്പത്ത് നമ്മളെ വളമൊക്കെ എടുക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ. ഇത് നമ്മുടെ പവിത്ര എന്ന് പറഞ്ഞിട്ടൊരു വളത്തിൻ്റെ ഷോപ്പാണ് ഇവിടെ, അവരുടെ ഗോഡൗണായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വളമുണ്ട്. കുറച്ച് വേപ്പ് പിണ്ണാക്ക, 8 കൂട്ടം പിണ്ണാക്കെന്നൊക്കെ പറഞ്ഞ് അതുകൂട്ട് കുറേ വളവും എല്ലാം ഇവിടുന്ന് കയറ്റാനുണ്ട്. എല്ലാം ഇവിടുന്ന് കയറ്റിയിട്ട് വേണം ഇനിയിപ്പോൾ പോകാൻ. കൊടുത്തുള്ളാം ഫിൽറ്റർ ആക്കി ഇട്ട് വേണം ഒരു മില്ലു. ഇല്ല നമുക്ക് നല്ല ഇത് നമുക്കുള്ള വേപ്പ് പിണ്ണാക്ക് അവർ പൊടിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. വേപ്പ് പിണ്ണാക്ക്, മിക്സർ പിണ്ണാക്ക് എല്ലാം കൂടി ഇട്ട് നല്ല റെഡിയാക്കി തരും. അടിപൊളി പിണ്ണാക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതാ കൊണ്ടുപോകുന്നത്. கேரளா தான் நம்ம மெயினா சப்ளை பண்ற கேரளாக்கு தான். கேரளா நமக்கு வந்து பக்கம் தானே. கம்பமெட்டில் இறங்கி வரும்போது கொஞ்சம் தூரத்துல இங்க வந்து எடுத்து போகலாம். டவுனில் போக வேண்டாம். நம்ம கம்பம் மட்டும் இல்ல, இடுக்கி அங்கே அது வரையும் கொடுத்து கட்டப்பன கொல்லம் வரைக்கும் எல்லாம் கொச்சின் எல்லாமே பண்ணிட்டு தான் இருக்கு. எல்லா இடத்துலயும் ஈஸியா பண்ணிட்டு தான் இருக்கு, சேல்ஸ் பண்ணிட்டு இருக்கு. சரி, வந்து இந்த ஆள் நம்ம ஃப்ரெண்டு. சரிண்ணா. இந்த ஆள் வந்து முன்னாடி இங்க வந்து எடுத்து போகுது. அந்த அண்ணன் வந்து ஏற்கனவே போன வருஷம் வந்து லாஸ்டா வந்து எடுத்துட்டு போயிருக்கு. மெட்டீரியல் நல்லா இருக்கு. அப்ப இந்த ஆளு சொன்னேன், இந்த ஆள் நம்ம ஃப்ரெண்டு. இந்த ஆளை காட்டுல இங்க இருந்தா கொண்டு போயிட்டு அவன் நம்ம காட்டுல இங்க இருந்து தான் எடுத்து போகுது. நல்ல குவாலிட்டி மெட்டீரியல் கிடைக்கும். கண்டிப்பா குவாலிட்டி தான் நம்ம ஃபர்ஸ்டா ஃபோக்கஸ் பண்றது. அச்சன் தான் இந்த ஃபீல்ட்ல 35 வருஷம் எக்ஸ்பீரியன்ஸ் உண்டு. 35 வருஷம் அச்சனுக்கு. ஃபேக்டரி ரன் பண்ணி கிட்டத்தட்ட 17-20 வருஷம் ஆகி. ഓക്കെ, ശരി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെണ്ണா. ഓക്കെ, കേട്ടുന്നുണ്ട്. എന്നാ കുഞ്ഞി മടുത്തോ മഴയായോണ്ട്? നല്ല തണുപ്പുണ്ട് അവിടെ ഇവിടെ. തണുപ്പുണ്ടോ? തമിഴ്നാട്ടിലും തണുപ്പാ അല്ലേ? അവിടെ വെളിയിൽ നല്ല മഴയാ കേട്ടോ. നമുക്ക് പിണ്ണാക്കെല്ലാം കയറ്റി പോയേക്കല്ലേ? പോയേക്കാവും. കയറ്റി തീരട്ടെ. ഒരു ചായ കുടിച്ചാലോ? കടയുണ്ടോ? ഒരു ചായ കുടിച്ചാലോ? പോകുന്ന വഴിക്ക് കുടിക്കാം. നമുക്ക് തോട്ടത്തിലോട്ട് ആവശ്യത്തിനുള്ള ലോഡൊക്കെ കയറ്റി തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് പോയേക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. നേരത്തെ കയറി ചെല്ലണം. കുഞ്ഞി ഇത് കണ്ടോ? നാട്ടുകോഴി. ഇതാണ് നാട്ടുകോഴി. നാട്ടുകോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളർത്തുന്ന ഇത് കണ്ടോ, കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വെളുത്ത നല്ല പൂവൻ ഒക്കെ ഉണ്ട്. വേണോ? നമുക്ക് ചോദിച്ചാലോ? തരുമോന്നു? ചോദിക്കാം. തരുമോന്നേ. ഇവിടെ വേറെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാത്തയില്ലേ, പാത്ത. താറാവല്ല, വലുത്. അത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നോക്കാം. ഈ പാത്തയ്ക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുങ്ങളെല്ലാം റോഡിൽ ഇറങ്ങിപ്പോയി കേട്ടോ. എന്നിട്ട് തിരിച്ചു കയറി വരുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. നല്ലൊരു ഫാം ഹൗസിൻ്റെ സെറ്റപ്പാണ്. ഇഷ്ടം പോലെ കൃഷിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഇവരുടെ പ്രോഡക്റ്റും നല്ലതാണ് കേട്ടോ. നമ്മൾ മിക്കവാറും സ്ഥിരമായിട്ട് ഇവിടുന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. 8 കൂട്ടം പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. ഇതേ കയറി വരുന്നുണ്ടല്ലോ അവിടെ. അപ്പം ഞാൻ ഈ അണ്ണനോട് ചോദിച്ചത് എവിടെ പോയതാണ്. അപ്പോൾ അണ്ണൻ പറഞ്ഞത് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അന്നേരെ പുല്ല് തിന്നാനായിട്ട് പോകുമെന്ന് പറഞ്ഞു. ഗേറ്റ് തുറന്നാൽ പുല്ല് തിന്നാൻ ചാടിപ്പോവോ അല്ലേ? ഇപ്പൊ പുല്ല് തിന്നിട്ട് തിരിച്ചും കയറിപ്പോരും. പട്ടിയെ കണ്ടാൽ തിരിച്ചു വരും. കണ്ടോ മ്ലാവും കുഞ്ഞ് കണ്ടോ? മ്ലാവും കുഞ്ഞിതാ കേട്ടോ. ഇതിന്റെ തള്ളയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ താഴെ. നമ്മൾ തിരിച്ച് നമ്മൾ കമ്പത്തുനിന്ന് കയറി വരിക കേട്ടോ. ഒരു മാവും കുഞ്ഞിനെയൊക്കെ കണ്ടു വന്ന വഴിക്ക്. ഒരു KSRTCയും ഒരു തമിഴ്നാട് വണ്ടിയും കൂടെ വന്ന് ഫുള്ള് ബ്ലോക്കായി കിടക്കുക. ഇപ്പം ഏതായാലും നമുക്ക് കയറി പോകാൻ തോന്നുന്നു. അപ്പം ബ്ലോക്കൊക്കെ മാറി നമുക്ക് കയറി പോകാം. ഈ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.